കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. അല്പസമയം നാം ചിന്തിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന ഭാഗം എന്ന് പറയുന്നത് സങ്കീർത്തന പുസ്തകം 48-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. അവിടെ നമുക്കിങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത്: നീ കിഴക്കൻ കാറ്റുകൊണ്ട് തർശീഷ് കപ്പലുകളെ ഉടച്ചു കളയുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ തർശീഷ് കപ്പലുകൾ എന്നീ വിഷയങ്ങളെ പറ്റിയുള്ള വിവരണങ്ങൾ നിരവധി ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ചിന്തയ്ക്കാധാരമായി നാം വായിച്ചതുപോലെ കിഴക്കൻ കാറ്റിനാൽ ഉടയപ്പെട്ട തർശീഷ് കപ്പലുകൾ, ഈ വിഷയത്തിൽ അന്തർലീനമായിരിക്കുന്ന ചില ദൈവിക ചിന്തകളും ആലോചനകളും കൈമാറാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. അതിനു മുമ്പായി തർശീഷ് എന്ന സ്ഥലത്തെ പറ്റിയുള്ള ചെറിയ വിവരണം പറയുകയാണെങ്കിൽ, പഴയ നിയമത്തിൽ തർശീഷ് എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ തർസോസ് എന്ന പേരിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജന്മസ്ഥലവും ഈ തർസോസ് തന്നെയാണ്. ഇപ്പോൾ ഇതിനെ സ്പെയിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തതായി തർശീസിൻ്റെ വിശേഷതകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രധാനമായിട്ടും വിശേഷമായ വസ്തുക്കൾ കൊണ്ട് ഒരു മഹാസമ്പന്നത ഈ തർശീഷിനുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ നിരവധി രാജാക്കന്മാർ വ്യാപാര ബന്ധം ഈ ദേശവുമായിട്ട് നിലനിർത്തിയിരുന്നു നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതിന് തെളിവായി 2 ദിനവൃത്താന്ത പുസ്തകം 9-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ശലോമോൻ രാജാവിൻ്റെ വാഴ്ച കാലഘട്ടത്തിൽ ഈ തർശീഷിൽ നിന്ന് കൊണ്ടുവന്ന വസ്തുക്കളെ പറ്റിയുള്ള വിവരണങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിങ്ങനെയാണ്: രാജാവിൻ്റെ കപ്പലുകളെ ഹുരാമിൻ്റെ ദാസന്മാരുടെ കൂടെ തർശീഷിലേക്ക് അയച്ചിരുന്നു. 3 ആണ്ടിലൊരിക്കൽ തർശീഷ് കപ്പലുകൾ പൊന്നെ, വെള്ളി, ആനക്കൊമ്പ്, കുരങ്ങ്, മയിൽ എന്നിവയെ കൊണ്ടുവന്നു. മാത്രമല്ല, യെഹെസ്കേൽ പ്രവചന പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ സോറിനോടുള്ള ബന്ധത്തിലുള്ള ദൈവിക അരുളപ്പാടിൽ തർശീഷിനെ പരാമർശിക്കുന്നുണ്ട്. 27-ൻ്റെ 12-ാം വാക്യവും 25-ാമത്തെ വാക്യവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: തർശീഷ് സകലവിധ സമ്പത്തിൻ്റെ പെരുപ്പം നിമിത്തം നിൻ്റെ വ്യാപാരിയായിരുന്നു. വെള്ളി, ഇരുമ്പ്, വെള്ളിയും കാരിയം എന്നിവ അവർ നിൻ്റെ ചരക്കിന് പകരം തന്നു. ഇങ്ങനെ തർശീഷിനെ പറ്റിയുള്ള തർശീഷിൻ്റെ മഹാസമ്പന്നതയെ പറ്റിയുള്ള നിരവധി വിവരണങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ള തർശീഷ് കപ്പലുകളെ ഉടച്ചു കളഞ്ഞു എന്നുള്ള ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ യഹൂദ രാജാവായ യഹോശാഫാത്തും ഇസ്രായേൽ രാജാവായ അഹസ്യാവോട് സഖ്യത ചേർന്ന് അവർ ഒരു പണി തുടങ്ങുകയാണ്. തർശീഷിലേക്ക് പുറപ്പെടുവാൻ ഒരു കപ്പലുണ്ടാക്കുവാനിടയായി. എന്നാൽ അവസാനം 37-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ദൈവം അതിനെ ഓടുവാൻ കഴിയാതെ ഉടച്ചു കളഞ്ഞു എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പണിയെ, ഈ രാജാക്കന്മാരുടെ പണിയെ ദൈവം നിഷ്ഫലമാക്കിയത്? അതിന് കാരണങ്ങളുണ്ട്. യഹോശാഫാത്ത് എന്ന് പറഞ്ഞ മനുഷ്യൻ ഇവിടെ ദൈവഹിതത്തിന് വിരോധമായിട്ട് ഒരു സഖ്യത ചേരുകയാണ്. ഇസ്രായേൽ രാജാവുമായിട്ടുള്ള അഹസ്യാവുമായിട്ടുള്ള ഒരു സഖ്യത ചേരുകയാണ്. പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തിൻ്റെ മക്കളായിരിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യതയുണ്ട്. ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ, ദൈവഹിതമല്ലാത്ത സഖ്യതകൾ ഒരിക്കലും അത് ദൈവം പ്രസാദിക്കുന്നില്ല. ഒരിക്കലും ദൈവം അത് അംഗീകരിക്കുന്നില്ല. ഇവിടെ സംഭവിച്ചതാണ്. യഹൂദ രാജാവായ യഹോശാഫാത്ത് ദൈവപ്രകാരമല്ലാത്ത ഒരു ബന്ധം പുനഃസ്ഥാപിക്കുകയാണ്. അഹസ്യാവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നു, സഖ്യത ചെയ്യുന്നു. മാത്രമല്ല, ആ സഖ്യതയിലൂടെ ദൈവഹിതത്തിന് വിപരീതമായിട്ടുള്ള ചില പ്രവൃത്തികൾ ആരംഭം കുറിക്കുകയാണ്. ചില ആഗ്രഹങ്ങൾ അവരിലൂടെ വെളിപ്പെടുകയാണ്. അതാണ് തർശീഷിലേക്കുള്ള കപ്പൽ നിർമ്മാണം. എന്നാൽ അവസാനം എന്ത് സംഭവിച്ചു? ദൈവം അതിനെ ഉടച്ചു കളയുവാനിടയായിത്തീർന്നു. പ്രിയ സഹോദരങ്ങളെ, സ്നേഹിതരെ, ദൈവഹിതത്തിനെതിരായിട്ടുള്ള നമ്മുടെ പ്രവൃത്തികൾ, ദൈവഹിതത്തിനെതിരായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ, അതിൽ നിന്നും ഉളവാകുന്ന പ്രവൃത്തികൾ, ഇതിലൊന്നും ദൈവം പ്രസാദിക്കുകയില്ല. മറിച്ച് അതെല്ലാം പരാജയത്തിലേക്ക് അസ്തമിക്കുവാനിടയായിത്തീരും. ഈ ദൈവശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇന്നലകളിൽ സ്വന്തം ബുദ്ധിയിലോ ദൈവഹിതത്തിനെതിരായിട്ടുള്ള ഏതെങ്കിലും നിലകളിലോ ആരംഭം കുറിച്ച ഏതെങ്കിലും വിഷയങ്ങളിൽ പരാജയപ്പെട്ട് പ്രതീക്ഷകൾക്ക് വിരോധമായി
പരാജയങ്ങളിലൂടെ കടന്നുപോയെങ്കിൽ ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അതിനപ്പുറമായി ദൈവത്തിനെന്തോ വലിയ കാര്യങ്ങൾ, ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ, ദൈവിക വാക്ത നിവൃത്തികൾ നിങ്ങളിലൂടെ നിവൃത്തീകരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് ദൈവപ്രകാരമല്ലാത്ത എല്ലാ പ്രവൃത്തികളെയും ദൈവം പരാജയപ്പെടുത്തി അതിനപ്പുറമായി ദൈവം നിങ്ങളുടെ വലിയ കാര്യങ്ങൾ ദൈവപ്രകാരമുള്ളത് നിവൃത്തീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവികമല്ലാത്ത സഖ്യതകൾ, ദൈവികമല്ലാത്ത ആഗ്രഹങ്ങൾ, ദൈവികമല്ലാത്ത ആരംഭങ്ങളെല്ലാം നമ്മളിൽ നിന്നും മാറിപ്പോകട്ടെ. ദൈവത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കട്ടെ. ദൈവം നമ്മളിലൂടെ വലിയ കാര്യങ്ങൾ തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആകാത്തതൊക്കെയും തർശീശ് കപ്പലിനെ ഉടച്ചു കളഞ്ഞതുപോലെ ദൈവം ഉടച്ചു കളയും. ദൈവപ്രകാരമുള്ളതിനെ ദൈവം പണിയുവാനിടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ്.